നമസ്കാരം, ഞാൻ പ്രേമരാജൻ. ഞാൻ വീണ്ടും ഒരു തെയ്യക്കാഴ്ചയുമായി വരികയാണ്. ഈ വിഷ്വലിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുട്ടുങ്ങൽ ഭഗവതി ക്ഷേത്രം എന്നുള്ള ഒരു കമാനം കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ണൂർ ജില്ലയിലല്ല, കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ശരിക്കുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ കൈനാട്ടിയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ, അതായത് തലശ്ശേരി വടകര റൂട്ടിൽ കൈനാട്ടിയിൽ നിന്ന് വലതുവശത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ മുട്ടുങ്ങൽ ഭഗവതി ക്ഷേത്രം. ഞാനിവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ, എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഈ ചോറോട് ഗേറ്റിലാണ്. അപ്പോൾ അളിയൻ ഗംഗാധര പണിക്കറാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള സ്ഥാനികൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ മുമ്പേ ഈ ക്ഷേത്രവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ഇവിടെ വരാറുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ മിസ്സായിപ്പോയി എന്ന് മാത്രം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലുള്ള കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ചില ആചാരങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് നമ്മുടെ ഈ ദൈവക്കോലങ്ങൾ അണിയറയിൽ നിന്ന് അരങ്ങിലേക്ക് വരുന്ന ഒരു സീനാണ്. അത് ശരിക്കും ഈ ക്ഷേത്ര സ്ഥാനികന്മാർ, അടിയന്തരക്കാർ, ഭക്തജനങ്ങളും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി താലപ്പൊലി എഴുതി വിളക്കോടുകൂടി മുത്തുക്കൂടിയൊക്കെ ആക്കിയിട്ട് അത് ഈ ദൈവത്തിന് അണിയറയിൽ നിന്ന് ഈ ക്ഷേത്ര മുറ്റത്തേക്ക് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അത് ഇന്ന ദൈവം എന്നൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ദേവതകളെ, ദേവീദേവന്മാരെ അങ്ങനെ കൊണ്ടുവരുന്ന കാണാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ദൈവങ്ങളെയും ഇങ്ങനെ ആനയിച്ച് കൊണ്ടുവരുന്നൊരു സീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ശാസ്ത്രത്തിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടത് കുറേയൊക്കെ ആയിട്ട് ഇതിൻ്റെ സ്ഥാനികന്മാർ. അതുപോലെ തന്നെ ഈ ദൈവങ്ങൾക്ക് അവരെ ഇതിൻ്റെ വേഷഭൂഷാദികളെല്ലാം അണിഞ്ഞ് അരങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഭക്തന്മാരുടെ വക ഒരു മുല്ലമാലയുണ്ട്. അതും ഇവിടുത്തെ ഒരു ആചാരമാണ്. ദൈവം അതിൻ്റെ കലാശം തുടങ്ങുന്നതിന് മുമ്പ് ഈ ശാസ്ത്രത്തിൻ്റെ കഴുത്തിൽ നിങ്ങൾക്ക് കാണാം ഭക്തന്മാരിട്ട മുല്ലമാല. അപ്പോൾ അത് ഭക്തന്മാർക്ക് തിരിച്ചങ്ങോട്ട് ദൈവം ഒരു തിലകം ചേർത്ത് കൊടുക്കുന്ന ഒരു ആചാരം കൂടിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദൈവം അരങ്ങിലേക്ക് വരുന്നത്. അതിവിടുത്തെ ഒരു വിശേഷമാണ്. പിന്നെ ഈ വാദ്യം നിങ്ങൾക്ക് കാണാം. ഇതിലിപ്പോൾ 20 ചണ്ടക്കാർ അണിനിരന്നിട്ടുണ്ട് ഈ മുറ്റത്ത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അഭൂതപൂർവമായ ഭക്തജന തിരക്കുമുണ്ട്. ഇന്നിപ്പം വർക്കിംഗ് ഡേ ആണ്, എന്നാലും അസാധ്യം ജനങ്ങളെ ഇവിടെ കാണുന്നത്. പിന്നെ കുട്ടികളൊക്കെ താലപ്പൊലി എടുത്ത് നിൽക്കുന്നത് എന്തിനാണെന്നറിയാം. ഇപ്പോൾ വസൂരിമാലയാണ് ഇവിടെ പ്രധാനപ്പെട്ട ദേവത. ഇവിടുത്തെ മുഖ്യമായ, അതായത് മുട്ടുങ്ങൽ ഭഗവതി എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നത് ഈ വസൂരിമാല തമ്പുരാട്ടിയമ്മയാണ്. അപ്പോൾ ആ ദേവീൻ്റെ പുറപ്പാട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ താലപ്പൊലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഓരോരാളെയും സ്വീകരിച്ച് ആനയിച്ചാന്ന് ഇവർ കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ചെണ്ടക്കാറും ഇവിടുത്തെ ഭക്തന്മാരും ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് പ്രഭാഷ്, എൻ്റെ മരുമകനാണ് ഇപ്രാവശ്യം ഈ വസൂരിമാലിയമ്മയുടെ കോലം ധരിക്കുന്നത്. വളരെ കുറേ കാലം അളിയൻ ഗംഗാധര പണിക്കറായിരുന്നു. പുറത്ത് വയ്യാണ്ടായപ്പോൾ ഇപ്പോൾ പ്രഭാഷാണ് ഈ വസൂരിമാലിയമ്മയുടെ മുഖ്യ ദേവതയുടെ കോലം ധരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പുറപ്പാടായി നിങ്ങൾക്കത് ഈ വിഷ്വലിൽ കാണാൻ പറ്റും. നോക്കൂ, എത്ര അച്ചടക്കത്തോടു കൂടിയും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഇവർ ആ ദേവീനെ അനുഗമിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. നോക്കൂ, പുഷ്പം വിതറി പരവതാനി വിരിച്ച് മുത്തുക്കുടയും ഇതൊക്കെയായി വിളക്കുകളും ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ദൈവത്തിന് അണിയറയിൽ നിന്ന് ആനയിച്ച് കൊണ്ടുവരികയാണ് ക്ഷേത്രമുറ്റത്തേക്ക്. അതാണ് വിഷ്വലിൽ കാണാൻ പറ്റുന്നത്. മിനിഞ്ഞാന്ന് മുതലേ ഇവിടെ ഇതിൻ്റെ അടിയന്തരം തുടങ്ങി. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ വന്നിട്ട്
ഇന്നലെ വന്നെങ്കിൽ കുറച്ചും കൂടി ദൈവത്തിൻ്റെ വിഷ്വൽസ് കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ കുറേ നീണ്ടുപോയിരുന്നു. കണ്ടകറാനും കാരണവർ ഇതിൻ്റെയൊക്കെ ഈ വെള്ളാട്ടൊക്കെ തലേന്ന് ഉണ്ടാവും. കണ്ടകർണനും കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുംഭം 21, 22 തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. കുംഭം 21, 22 വടകര തലശ്ശേരി റൂട്ടിൽ കൈനാട്ടിൽ നിന്ന് വലതു ഭാഗത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ മുട്ടുങ്ങൽ ഭഗവതി ക്ഷേത്രം. ഇതിപ്പോൾ ദൈവം ആരെങ്കിലേക്ക് വരാൻ പോകുന്ന ഒരു രംഗമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഭക്തന്മാർ മുല്ലമാല സമർപ്പിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. മുല്ലമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ മുല്ലമാലയൊന്നുമല്ല. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ദൈവത്തിന് ഈ കരം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മുല്ലമാലയായിരിക്കും ഈ കഴുത്തിൽ വന്ന് വീഴുന്നത്. ഇതൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ചിലപ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വേറെ സ്ഥലത്ത് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അത് അറിയുന്നവർ ഇതിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അങ്ങനെ കൂടുതൽ ക്ഷേത്രങ്ങളും കാവുകളും ഞാൻ സഞ്ചരിച്ച് ഇത് അങ്ങനെ ദൈവത്തിനൊന്നും കാണാറില്ല. ഞാൻ കണ്ട അതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കണ്ടോ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വരെ പറ്റാത്ത രീതിയിലുള്ള മുല്ലമാലയുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് കഴുത്തിൽ. ഇത്രയും മുല്ലമാല ഈ ദേവിക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അചഞ്ചലമായ ഭക്തി അത് നമ്മൾ കാണും. എന്തുമാത്രം അവർ ആ അമ്മയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ശേഷം ഒരു ദൈവം കൂടി ഉണ്ട് ഇവിടെ, കാളി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ മണത്തണ കാളി ആ ഒരു സാദൃശ്യമുള്ളൊരു ദേവിയാണ്. പക്ഷേ എനിക്കത് അധികം താമസിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിൻ്റെ വിഷയം എടുക്കാൻ പറ്റിയില്ല. ആ ദേവി അരങ്ങിൽ വരുന്നതിൻ്റെ ഒരു കുറച്ച് ഒരു ഷോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ജനങ്ങളെ കണ്ടോ ഇങ്ങോട്ട്? ഇനിയിപ്പോൾ വർക്കിംഗ് ഡേ ആണ്, എന്നിട്ടും എന്തുമാത്രം ജനങ്ങളെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു നോക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാളിയുടെ ഒരു രംഗപ്രവേശമായി കാണുന്നത്. ഓക്കെ, ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തെയ്യ കാഴ്ചകൾ വീണ്ടും ഞാൻ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.